പ്രശസ്തമായ CMS കോളേജ് കോട്ടയം. ഇവിടെയാണ് എൻ്റെ കോളേജ് വിദ്യാഭ്യാസം. ഈ പറഞ്ഞ പോലെ സ്കൂൾ വിദ്യാഭ്യാസം പോലെ തന്നെ എൻ്റെ കോളേജ് വിദ്യാഭ്യാസവും അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇവിടെ നിന്നും എനിക്ക് ഒത്തിരി, അതായത് ക്യാമ്പസ് ഫിലിം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. ഞാൻ ഔട്ടായി കഴിഞ്ഞിട്ടാണേലും ഞാൻ എൻ്റെ പഠിത്തം കഴിഞ്ഞിട്ട് ആണ് ക്യാമ്പസ് ഫിലിം ഫെസ്റ്റിവലിലേക്ക് ഒരു കാലം വരുന്നത്. അപ്പോഴും CMS കോളേജിൻ്റെ ഫസ്റ്റ് ക്യാമ്പസ് ഫിലിമിൻ്റെ സിനിമാറ്റോഗ്രാഫർ ഞാനായിരുന്നു. ക്യാമ്പസ് ആദ്യ കാലഘട്ടങ്ങളിലെ ഫസ്റ്റ് ക്യാമ്പസ് ഫിലിം അതായിരുന്നു. ഒബ്ലമോ എന്ന് പറയുന്ന ഫിലിമായിരുന്നു ക്യാമ്പസ് ഫിലിം. പ്രദീപ് നായരായിരുന്നു അതിൻ്റെ ഡയറക്ടർ. വിമാൻ എന്ന് പറയുന്ന ഫിലിം ചെയ്ത അതിൻ്റെ ഡയറക്ടർ പുള്ളി പിന്നീട് വിമാനം ചെയ്തു. ഞങ്ങളുടെ എല്ലാം തുടക്കകാലങ്ങളിലുണ്ടായിരുന്ന ഒരു ഇതായിരുന്നു, ഒബ്ലമോ എന്നായിരുന്നു അതിൻ്റെ പേര്. MG യൂണിവേഴ്സിറ്റിയുടെ ഒരു കോമ്പറ്റീഷൻ വിഭാഗം തന്നെയായിരുന്നു അത്. അപ്പം എൻ്റെ കോളേജ് ജീവിതത്തിൽ അങ്ങനെ കുറേ സുഹൃത്ത് ബന്ധങ്ങളും ഈ പറഞ്ഞ പോലെ നല്ല ക്യാമ്പസ് ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടം തന്നെ എൻജോയ് ചെയ്ത് ആ കാലഘട്ടം ഞാൻ അനുഭവിച്ച ഒരു ഇടനാഴികളും എൻ്റെ ക്യാമ്പസും. ഇത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ക്യാമ്പസാണ്, സിനിമാക്കാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാമ്പസാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓർമ്മകളെന്ന് പറയുമ്പോൾ ഞാനിവിടെ പ്രീ-ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് ഇതിനകത്ത് ഒരു ഷൂട്ടിങ്ങാണ് നടക്കുന്നത്. അപ്പം കുസൃതിക്കാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ജയറാമേട്ടൻ്റെ ഫിലിം. അപ്പം ഞാൻ വരുമ്പം ഇവിടെ ജയറാമേട്ടന് അവരൊക്കെ ഉണ്ട്. സാലു ജോർജാണ്, സാലുവേണ്ണാണ് ക്യാമറമാൻ. ജിബു അവരൊക്കെ അസിസ്റ്റൻസ് ആയിരുന്നു. ജിബുവൊക്കെ ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളാണ്. ഞാൻ ജിബുവിനോടുമൊക്കെ കഴിഞ്ഞ ജിബുവിൻ്റെ പടം ഇവിടെ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോഴത്തേക്കും കാലഘട്ടം പോയത് ഞാൻ പറയുമായിരുന്നു. ജിബു അസിസ്റ്റൻ്റായിട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ സാലുവേട്ടൻ ഷൂട്ട് ചെയ്യുന്നു. ഞാനന്ന് പ്രീ-ഡിഗ്രി പഠിക്കുന്ന കാലഘട്ടം. അത് കഴിഞ്ഞ് ജിബു ഡയറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ സിനിമാറ്റോഗ്രാഫറായി. എന്നെ സിനിമയിൽ ഒത്തിരി കോയിൻസിഡൻസ് അങ്ങനത്തെ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അത് ഒരു വലിയൊരു ഇതാണ്. പിന്നെ ഇവിടെ പ്രഗത്ഭരായ ഇഷ്ടം പോലെ ആൾക്കാർ പഠിച്ചതാണ്. ഇപ്പോൾ വേണു സാറ് പഠിച്ചിട്ടുണ്ട്, എൻ്റെ ആശാൻ പഠിച്ചിട്ടുണ്ട്, ജയരാജ് ഏട്ടൻ, ജോഷി മാത്യു, സുരേഷ് കുറുപ്പ്, KR നാരായണൻ. അപ്പോൾ അങ്ങനെ പ്രഗത്ഭരായ ഒട്ടനവധി ആൾക്കാരുടെ, അരവിന്ദൻ സാറ്, അങ്ങനെ ഒത്തിരി ആൾക്കാർ. പ്രൊഫസർമാരായിട്ട് അപ്പം നരേന്ദ്രപ്രസാദ് സാറ്, പി ബാലേട്ടനും ഒക്കെ ഇവിടുത്തെ പ്രൊഫസേഴ്സായിരുന്നു സ്കൂൾ ഓഫ് ലെറ്റേഴ്സിലെ എല്ലാം. അപ്പോൾ അങ്ങനെ ഒരു കോളേജ് ക്യാമ്പസ് എൻ്റെ മറക്കാൻ പാടില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. എൻ്റെ ആദ്യ സിനിമ സ്വതന്ത്രനായിട്ട് ഞാൻ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ആദ്യ സിനിമ റെഡ് സല്യൂട്ടാണ്. റെഡ് സല്യൂട്ടിൻ്റെ ഞാൻ വന്നു പെടാനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ ക്യാമ്പസിൽ തന്നെ ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ പടം ഷൂട്ട് നടക്കുകയും ഞാൻ വേണു സാറിൻ്റെ ഒപ്പം ആ സമയത്ത് ആന്ധ്രയിലായിരുന്നു. പ്രഭുദേവയുടെ ഫസ്റ്റ് ഫിലിം അത് ഷൂട്ട് ചെയ്യുന്ന സമയത്തായിരുന്നു. അപ്പം അതിന് ഈ പറഞ്ഞ പോലെ അത് കഴിഞ്ഞ് ഞാൻ കോട്ടയത്ത് വരുന്ന സമയം ഇവിടെ ക്ലാസ്മേറ്റ്സ് രാജീവ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. രാജീവ് രവി എൻ്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനിവിടെ അതിൻ്റെ സെക്കൻഡ് ക്യാമറ ചെയ്യാനായിട്ട് ഞാനുണ്ട്. ഞാൻ മറ്റേ കാത്തിരുന്ന പെണ്ണല്ലേ എന്ന് പറയുന്ന പാട്ട് ചെയ്തപ്പം നമ്മുടെ ഇവിടുത്തെ ലാബിലാണ് ഷൂട്ട് ചെയ്തത്. അതിൻ്റെ കുറേ ഷോട്ട്സുകൾ, പിന്നെ ഈ പറഞ്ഞ ഇതിനകത്ത് ഫൈറ്റ്, മറ്റേ ലാത്തി ചാർജ് നടക്കുന്ന സീക്വൻസ്, അമ്പിളിച്ചെണ്ണയുടെ ഈ കോറിഡോറിൽ കൂടെ തന്നെയാണ് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് പല പോർഷൻസും. അപ്പോൾ അത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ അതിനകത്ത് വരികയും അപ്പം എത്രയും പെട്ടെന്ന് രാജീവിന് അടുത്ത ഫിലിം ഷൂട്ട് ചെയ്ത് തുടങ്ങുന്നു. ഈ റെഡ് സല്യൂട്ട് എന്ന് പറഞ്ഞ ഫിലിം രാജീവാണ് ആക്ച്വലി ഷൂട്ട് ചെയ്യാനിരുന്നത്, രാജീവ് രവി. വിനോദ് വിജയനായിരുന്നു അതിൻ്റെ ഡയറക്ടർ. വിനോദ് വിജയനും രാജീവൊക്കെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ എന്നെ പെട്ടെന്ന് വിളിച്ചിട്ട്, എടാ നീ ഒരു കാര്യം ചെയ്യും, നീ അവിടെ പോയി. അപ്പം ഇവിടെ ക്ലാസ്മേറ്റ്സിൻ്റെ ക്ലാഷ് എന്നെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം റെഡ് സല്യൂട്ടിന് പോകാൻ പോയി. അപ്പോൾ അതിനകത്ത് എന്നോട് പറഞ്ഞ് ഇങ്ങനത്തെ സീക്വൻസ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ റസിയയെ കാണുന്ന ആ ക്ലൈമാക്സ് ഏരിയാസാണ്, അതായത് ഒത്തിരി ഇൻട്രിക്കറ്റ് അതിനകത്ത് വരുന്നുണ്ടല്ലോ. അതായത് കുറേ പോർഷൻസ് പാസ്റ്റിൽ നടക്കുന്നത്, പ്രസൻറ്റിൽ നടന്നു പോയതെന്നും നിങ്ങൾ സിനിമകൾ കണ്ടായത് കാരണം നിങ്ങൾക്ക് അതിനകത്ത് അറിയാമല്ലോ. പ്രസൻറ്റിൽ നടന്നു പോയ സാധനങ്ങൾ വീണ്ടും അത് ക്ലൈമാക്സിലോട്ട് എത്തുമ്പം റീകണക്ട് ചെയ്ത് വരുന്നുണ്ട്. അതൊക്കെ എനിക്ക് ആദ്യമേ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് ഈ പറഞ്ഞാൽ മനസ്സിലായില്ല, അതാണ് സത്യം പറഞ്ഞത്. അപ്പോൾ അത് കാരണം തന്നെ എനിക്കത് ചെയ്യാനായിട്ട് ഇത്തിരി ധൈര്യക്കുറവായിരുന്നു. ഞാൻ പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ റെഡ് സല്യൂട്ട് പോയി സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി റെഡ് സല്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. 10 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇനി ഇപ്പോൾ രാജീവ് വേണ്ട, വിനോദ് കണ്ടിന്യൂ ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പം ഈ പറഞ്ഞ പോലെ ചെറിയ ഈ പറഞ്ഞ പോലെ ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആകുക എന്നൊക്കെ പറയുമ്പോൾ നമ്മളും ആ കാലഘട്ടങ്ങളിലാവുന്നില്ലെങ്കിൽ ഇപ്പോൾ രാജു പൃഥ്വിരാജിൻ്റെ പടം, അല്ലെങ്കിൽ അന്ന് ഞാൻ നോക്കുമ്പോഴത്തേക്കും
ഉണ്ടാകുന്ന ജയൻ്റെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചാക്കോച്ചനോ ലാൽ സാറ് മമ്മൂട്ടി ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ പടങ്ങൾ ചെയ്ത് ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ളതാണല്ലോ എല്ലാവരുടെയും ഇത് മണിച്ചേട്ടൻ്റെ മോശമാണെന്നൊന്നുമില്ല. മണിച്ചേട്ടൻ ഞാനും നല്ല സൗഹൃദമായിരുന്നു, സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു, നല്ല സൗഹൃദത്തിലുള്ള ഒരാളായിരുന്നു. അത് ഈ പടം ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ കൂടുതലും ഡീപ്പായത്. അപ്പം അങ്ങനെ അത് ഒരു തരം താഴ്ത്തി ഞാൻ പറഞ്ഞൊന്നുമല്ല, ഒരു മനുഷ്യൻ്റെ കാര്യം ഞാനതൊരു ഓപ്പണായിട്ട് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. ഒരു മനുഷ്യൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഈ ആഗ്രഹം വെച്ചുകൊണ്ട് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഉടനെ സാറിനെ വിളിച്ചിട്ട് ഞാൻ വേണു സാറിനോട് പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു പടം ഇൻഡിപെൻഡൻ്റ് ആയി കിട്ടിയിട്ടുണ്ട്, ചെയ്യടൂ, നല്ലതല്ലേ? ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു ചെറിയ പടമാണ്, ചെറിയ പടം വലിയ പടം എന്നുള്ളതൊന്നും അതിനകത്തൊരു പ്രയോറിറ്റി അല്ല. താൻ തന്നെ ജോലി വൃത്തിയായിട്ട് ചെയ്യുക, അതിന് റിസൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ തനിക്ക് ഭാവിയിൽ നല്ല സിനിമാറ്റോഗ്രാഫറായിട്ട് പോകാൻ സാധിക്കും. അല്ലാതെ ചെറിയ പടം വലിയ പടം ഇന്ന ആൾ ഹീറോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് സാറിൻ്റെ ഒരു ഉപദേശം നല്ലൊരു ഉപദേശമായിരുന്നു. പിന്നെ രാജീവ് രവി പിന്നെ അതെന്നോട് കണ്ടിന്യൂ ചെയ്യാൻ പറയും. അങ്ങനെയായിരുന്നു എൻ്റെ ഇൻഡിപെൻഡൻറ്റ് പടത്തിൻ്റെ തുടക്കം. റെഡ് സല്യൂട്ട് എന്ന് പറയുന്ന ഫിലിം ഞാൻ അങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത്. അതിൽ ഈ പറഞ്ഞ പോലെ രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഇഷ്ടം പോലെയാണ്. കാരണം രാവിലെ ഞങ്ങൾ എറണാകുളത്താണ് ഷൂട്ടിങ്, ചങ്ങനാശ്ശേരി മാർക്കറ്റിലും ഉണ്ട്, കുറേ ഏരിയ ചങ്ങനാശ്ശേരിയിലുമായിരുന്നു. അപ്പോൾ രാവിലെ ഞങ്ങൾ ഇറങ്ങുക, ഷൂട്ട് മാർക്കറ്റിൽ, ചിലപ്പോൾ എറണാകുളത്ത് നിന്ന് നേരെ ഓടി ചങ്ങനാശ്ശേരി വരും. അതിനകത്ത് ഒരു പൈനാപ്പിൾ സുന്ദരനല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സോങ് ഉണ്ട്, അതൊക്കെ ഒരു ദിവസം കൊണ്ടാണ് തീർത്തത്. ആക്ച്വലി 2 ദിവസം 3 ദിവസം വേണ്ടി വരുന്ന അതൊക്കെ ഫിലിമിലാണ് ഷൂട്ട് ചെയ്തത്. അത് അങ്ങനെയും കൂടെ ഒരു ഇതുണ്ടായി. ഫിലിം നിന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ ഏകദേശം ഒരു 5 ഫിലിം ഫിലിമിൽ ഷൂട്ട് ചെയ്തു. 5 ഫിലിം: റെഡ് സല്യൂട്ട്, ഗ്രാൻഡ് മാസ്റ്റർ, പിഗ് മാൻ എന്നും പറഞ്ഞിട്ടൊരു ഓഫ് ബീറ്റ് ഫിലിം ചെയ്തു, 10ാം നിലയിലെ തീവണ്ടി, അതും ഈ പറഞ്ഞ പോലെ ഇന്നസെൻ്റ് എണ്ണയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫിലിമായിരുന്നു. അങ്ങനെ 3-4 ഫിലിം ഞാൻ ഫിലിമിൽ തന്നെ ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. ഗ്രാൻഡ് മാസ്റ്റർ, ലാൽ സാറിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഗ്രാൻഡ് മാസ്റ്റർ ഈ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഫിലിമാണ്. അതായത് വളരെ ഒത്തിരി ദിവസങ്ങളെടുത്തും ഈ പറഞ്ഞൊരു കളർ പാറ്റേണൊക്കെ കൊണ്ടുവന്നിട്ടും ഒക്കെ ചെയ്യാൻ പറ്റിയൊരു ഫിലിമായിരുന്നു ഈ ഗ്രാൻഡ് മാസ്റ്റർ. പി ഉണ്ണികൃഷ്ണനായിരുന്നു ഡയറക്ടർ. ഉണ്ണിച്ചേട്ടൻ ഈ പറഞ്ഞ പോലെ ആരോമോഹനാണ് ഇതിനകത്ത്, ആരോമോഹൻ എന്ന് പറഞ്ഞ കൺട്രോളറാണ് എന്നെ ഇതിനകത്തോട്ടും ഒക്കെ കൊണ്ടുവരാനായിട്ട് ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നൊരു മനുഷ്യനാണ് ഈ ആരോമ മോഹൻ എന്ന് പറഞ്ഞ വ്യക്തി. പല കോയിൻസിഡൻസിലും പുള്ളി ഈ പറഞ്ഞ പോലെ രാജസേനൻ ചേട്ടൻ്റെ ഒരു പടം ഞാൻ ചെയ്യാനിടയായി, ഇന്നാണ് കല്യാണം. അന്ന് പുള്ളി പറയുന്നുണ്ടായിരുന്നു, വിനോദ് ഈ പടം ചെയ്ത് കഴിഞ്ഞാൽ ഇനി പുറകോട്ട് തിരിഞ്ഞ് നോക്കണ്ട. ആ ഒരു വാക്ക് ഭയങ്കരമായിരുന്നു. ഒരു 10 കൊല്ലം ഞാൻ പിന്നെ പുറകോട്ട് തിരിഞ്ഞ് നോക്കിയിട്ടില്ല, കാരണം ബാക്ക് ടു ബാക്ക് പടങ്ങൾ എനിക്ക് വന്നുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകൾ അങ്ങനെയായിരുന്നു. അത് പുള്ളി തന്നെയായിരുന്നു ഒരു ഭാവവാക്കായത് ഈ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറഞ്ഞ മോഹൻലാൽ പടത്തിനകത്തോട്ടും. ഈ ഗ്രാൻഡ് മാസ്റ്റർ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൽ സാറിൻ്റെ കൂട്ടത്തിൽ അമ്പളിച്ചേട്ടൻ, ജഗതി ചേട്ടൻ്റെ അവസാനഘട്ട ഫിലിമുകളിലൊന്നാണ് ആ സിനിമ. എറണാകുളത്തായിരുന്നു ഷൂട്ടിംഗ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ സംഭവങ്ങളായിരുന്നു. അപ്പം ഞാൻ കണ്ടുപോയ പടങ്ങളിൽ നിന്നൊക്കെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന സാധനത്തിനകത്ത്. അപ്പോൾ എങ്ങനെ അതിൻ്റെ ക്യാമറ മൂവ്മെൻറ്റുകൾ വേണമെന്നും അങ്ങനത്തെ ഉള്ളൊരു സാധനമൊക്കെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഏതോ ഒരു ഫിലിമൊക്കെ ആയിട്ട് താരതമ്യം പറയുന്നത് കേട്ടു. പക്ഷേ സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ പടം കണ്ടിട്ടേ ഇല്ല. അത് ഉള്ള കാര്യമാണല്ലോ. നമുക്ക് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ മനസ്സിൽ തോന്നിയ ഒരു ആംഗിളുകളും ഇതുമൊക്കെ, അത് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അങ്ങനത്തെ സിനിമകൾ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു. അതിനകത്ത് എനിക്ക് ആ പടം നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. അത് എല്ലാ ഘടകങ്ങളും കൂടെ ഒത്തുവന്ന ഒരു സിനിമയാണ്. അതായത് ആർട്ട് ജോസഫ് നെല്ലിക്കൻ, SB സതീശൻ കോസ്റ്റ്യൂമ്, മേക്കപ്പ് മാൻ, അങ്ങനെ എല്ലാ ഘടകങ്ങളും ഈച്ച് ആൻഡ് എവരി. കാരണം അതിനകത്ത് ഒരു ലൈറ്റ് മാനും ക്യാമറ ക്രൂവും, അതും ഈ പറഞ്ഞ പോലെ ഫിലിമിലായത് കാരണമൊക്കെ അത് അതിൻ്റെ കൂട്ടത്തിലുള്ള DI സുറിൽ, നമ്മുടെ ജമിനിയിലെ കളറിസ്റ്റായിരുന്നു. ആ സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ DI ഡിജിറ്റൽ ഇൻ്റർമീഡിയറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. കാരണം നമ്മൾ ഫിലിമിൽ ഷൂട്ട് ചെയ്തിട്ട് ഡിലൈറ്റ്സ് ചെയ്ത് എടുക്കുന്ന ഒരു പ്രോസസ്സായിരുന്നു ആ സമയത്തൊക്കെ. അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഫിലിമായിരുന്നു ഗ്രാൻഡ് മാസ്റ്റർ. ഗ്രാൻഡ് മാസ്റ്ററിനകത്ത് പിന്നെ ലാൽ സാറിൻ്റെ കൂടെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാൽ സാറിൻ്റെ കൂടെ എപ്പോഴും ഒരു രസകരമായിട്ടുള്ള അനുഭവം തന്നെ ആയിരിക്കും. ഞാൻ 2 ഫിലിമാണ് ലാൽ സാറിൻ്റെ കൂടെ എനിക്ക് ചെയ്യാൻ സാധിച്ചത് ഇതുവരെയുള്ളതിനകത്ത്. കനൽ എന്ന് പറയുന്ന ഫിലിമും ഗ്രാൻഡ് മാസ്റ്ററുമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഗ്രാൻഡ് മാസ്റ്ററിനകത്ത് സാറ് ഓരോ ദിവസവും ഓരോ രസകരമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. സാറ് വരുമ്പോഴേ എൻജോയ്മെൻ്റാണ്. അങ്ങനെ ടെൻഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. പല അനുഭവങ്ങളും ആ ലൊക്കേഷനിൽ നിന്നും എനിക്ക്
വളരെ രസകരമായിട്ട് തോന്നും. വളരെ സീരിയസ് സീൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ക്രെയിൻ്റെ മുകളിലായിട്ടാണേലും ക്രെയിൻ താന്നു വന്നേ, മുള്ളി ഇങ്ങനെയല്ലേ, ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞുള്ള പല കോമഡികളും അദ്ദേഹം സംസാരിക്കുക. അതുപോലെ തന്നെ ജഗതിച്ചേട്ടനാണേലും ഞാൻ കൂടുതൽ അടുക്കുന്നത് വളരെ അസിസ്റ്റ്, ഇപ്പോൾ ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്ന പടങ്ങളിൽ ഫ്രണ്ട്സ് ഇങ്ങനെ വേണുസാറിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്ത കാലങ്ങളിൽ ജഗതിച്ചേട്ടനുമായിട്ട് ഒത്തിരി പടം വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും കൂടുതൽ അടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫിലിമിലായിരുന്നു ഗ്രാൻഡ് മാസ്റ്റർ. ഞങ്ങൾ രണ്ടുപേരും വൈറ്റ് ഫോർട്ട് എന്ന് പറയുന്ന ഹോട്ടലിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഷൂട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള യാത്രയായിരുന്നു. പിന്നെ അമ്പിളിച്ചേട്ടൻ ഈ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചെറിയ ഉള്ളി പച്ചമുളകൊക്കെ കഴിക്കുക. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഞാനും അതൊരു പതുക്കനെ ഒരു ശീലമാക്കിയ കൂട്ടത്തില്ല. കാരണം അതൊരു ടേസ്റ്റ് ആയിരുന്നത്. ഞാൻ പുള്ളിയോട് ചോദിക്കുമ്പോൾ പുള്ളിക്ക് വേറെയൊന്നും വേണ്ട, എല്ലാ കൂട്ടാനുണ്ടെങ്കിലും ഈ ചെറിയ ഉള്ളി 3-4 ചെറിയ ഉള്ളിയും 2-3 പച്ചമുളക് അതിൻ്റെയൊക്കെയുള്ള ഒരു ഇത്തിരി തൈരുമൊക്കെ കൂട്ടി പുള്ളി പൊട്ടിച്ച് കാണുമ്പോഴത്തേക്കും പൊട്ടിച്ച് കഴിക്കുമ്പോൾ ഞാനും 2 ഉള്ളിയൊക്കെ അതിൽ നിന്ന് മേടിച്ച് പിന്നെ ഞാനും അത് ശീലമാക്കി. അതിനകത്തായിട്ടൊരു രസകരമായിട്ടുള്ള ഒരു അനുഭവമാണായിരുന്നു അമ്പിളിച്ചേട്ടനുമായിട്ട്. പിന്നെ ഇങ്ങനെ അപ്പോഴും ഞാൻ ചോദിക്കും, ചേട്ടാ ഈ പറഞ്ഞ പോലെ ഈ ചേട്ടൻ ഈ ഓട്ടം ഇന്നിപ്പോൾ രാത്രിയാണ് അവിടെ നിന്ന് നേരെ രാത്രി ഫുൾ നൈറ്റ് ഡ്രൈവ് ചെയ്ത് പിന്നെ ലെൻസാറിൻ്റെ പടത്തിന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപകടം സംഭവിച്ചത്. ഞാൻ ചോദിച്ചു ഇത് ഇങ്ങനെ ഇതൊക്കെ ഉള്ളപ്പോഴല്ലേ ഉള്ളൂ. ആ പുള്ളി പറയുന്നത് ഉള്ളപ്പോഴല്ലേ ഉള്ളൂ, ഇപ്പം പുതിയ ഒത്തിരിയോ ആൾക്കാർ വരുന്നു എന്നുള്ളതായിരുന്നു പുള്ളിയുടെ ഒരു എന്നോട് പറഞ്ഞൊരു വാക്കുകൾ. ഞാൻ പറഞ്ഞു ഇത്രയൊക്കെ കാശുണ്ടാക്കിയത് പോരെ ഈ ഓരോരോ സിനിമയിലും എന്നൊക്കെ. എനിക്കൊന്ന് പുള്ളിക്ക് ഒരു ദിവസമാണെന്ന് പേയ്മെൻറ്റ്. പക്ഷെ പുള്ളിക്ക് മാറ്റി വയ്ക്കാൻ വേറെ ആരും ഇല്ല കേട്ടോ. ഇതുവരെയും പുള്ളി തന്നെയുള്ളൂ. ഇപ്പം 3 അമ്പക്കത്തിലെ കവലയാണേലും എന്തോരം ഫിലിമുകൾ ഓർത്ത് കഴിഞ്ഞാൽ ചിരിക്കാനായിട്ടുള്ള കിലുക്കം, ചിത്രം, അങ്ങനെ എന്തോരം ഫിലിമുകളാണ് പുള്ളി. അപ്പം പുള്ളിക്ക് മാറ്റി വയ്ക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതുവരെ ആരും ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതൊന്നും. കോമഡി പറയുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, എന്നാൽ പോലും ജഗതിച്ചേട്ടൻ്റെ ഒരു അടുത്തോളം എത്താനായിട്ടൊക്കെ. എനിവേ അതുപോലെ തന്നെ ലാൽ സാറും ലെജൻഡല്ലേ. ഞാനൊക്കെ കൊച്ചിലേ കണ്ടു വളർന്ന ഒരു വ്യക്തിയുടെ കൂട്ടത്തിൽ പുള്ളി വന്ന് ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നമുക്കിങ്ങനെ മിന്നി മറിഞ്ഞു പോകുന്ന കുറേ കഥാപാത്രങ്ങളാണ്. മമ്മൂക്കയാണേലും ലാൽ സാറാണേലും ഒക്കെ. അവിടെയാണ് എനിക്കൊരു ഇതിനോടുള്ള വേറൊരു ക്രൈസ് തോന്നിയിരിക്കുന്നത്. പിന്നെ സിനിമാറ്റോഗ്രാഫി കഴിഞ്ഞാൽ, കാരണം നമ്മൾ കണ്ടു മറന്ന ഓരോരുത്തർ ആൾക്കാർ ഈ ക്യാമറയ്ക്ക് മുമ്പിൽ നമ്മളുടെ ഷൂട്ടിന് വന്ന് നിൽക്കുമ്പം അപ്പം നമ്മൾ എന്താണ് എന്നുള്ളൊരു ഇതെന്ന് പറയുന്നത് ഒരു എന്താ പറയുന്ന ഒരു മായാലോകമാണല്ലോ ഇത്. ശരിക്കും പറയില്ല, നമ്മൾ തിയേറ്ററിൽ പോയിരുന്ന് ഇവരെ വലിയ സ്ക്രീനിൽ ഇവരെ കാണുക, അത് ഈ കൊച്ചിയിലെ ഈ VCRലൊക്കെ ഇട്ട് ഇവരെ കണ്ടിരിക്കുന്നു. ഇപ്പോൾ തനിയാവർത്തനം, മറ്റേ ഈ തൂവാനത്തുമ്പികൾ, അങ്ങനെ എത്രയോ പടങ്ങൾ പുള്ളിയുടെ തന്നെ എടുക്കാനായിട്ടാണെങ്കിലും, താഴ്വാരം, മമ്മൂക്കയുടെ മാമരം, അങ്ങനെ എല്ലാ പടങ്ങളും. അപ്പം എനിക്ക് ഇവരോടുള്ള ഒരു ബഹുമാനം എന്ന് പറഞ്ഞാൽ ലാൽ സാറ്, മമ്മൂക്ക ഇവരോടൊക്കെയുള്ളൊരു ബഹുമാനം എന്ന് പറഞ്ഞാൽ കണ്ടു മറന്ന ഈ കഥാപാത്രങ്ങളിലൂടെയാണ്. അല്ലാതെ ഈ പറഞ്ഞൊരു വ്യക്തിത്വം എന്നുള്ള ഒരു സാധനത്തിനകത്ത് രണ്ടുപേരും നല്ല ഇതാണ്. മമ്മൂക്ക കുറച്ചൊരു ചേട്ടൻ എന്നുള്ള ലെവലിലുള്ള ഇതും. പക്ഷെ വളരെ കംഫർട്ടാണ് ഞാൻ ഈ രണ്ടുപേരുടെയും കൂടെ ഈ പറയുന്ന മമ്മൂക്ക ബഹളം അതും ഇതുമൊക്കെ പുള്ളി ചോദിക്കുന്ന ഭാഗങ്ങൾക്ക് പുള്ളിക്ക് ക്ലാരിറ്റി കൊടുക്കണം, അത്രയേ ഉള്ളൂ. പുള്ളി ക്യാമറയിലുമൊക്കെ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും ഈ ലെൻസ് ഏതാടാന്നോ ഏത് മെയ്ഡാണെന്നോ ഒക്കെ ചോദിച്ചെന്നിരിക്കും. അപ്പം ഈ പറഞ്ഞ പോലെ അതൊക്കെ പുള്ളിക്ക് ഏത് മെയ്ഡാണെന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ. അപ്പോൾ അത് പറഞ്ഞേക്കണം, ഇന്ന മെയ്ഡാണ്. ചിലപ്പോൾ നമ്മൾ ആ മെയ്ഡ് ഇതാണെന്നല്ലേലും പുള്ളി ഈ പറഞ്ഞ പോലെ വളരെ കംഫർട്ടാണ്. പുള്ളിയെ പിടിച്ച് ഇത് എങ്ങനെയൊക്കെയാണെന്നോ അതാണോ ശരി. അപ്പം അങ്ങനെ വളരെ രസകരമായിട്ടുള്ള സംഭവമാണ് മമ്മൂക്കയായിട്ടും മോഹൻലാൽ സാറുമായിട്ടുള്ള ഒരു പടത്തിൻ്റെ വർക്ക്. ഈ ഗ്രാൻഡ് മാസ്റ്ററിൻ്റെയാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നെങ്കിലും ഗ്രാൻഡ് മാസ്റ്ററും ഈ പറഞ്ഞ പോലെ ലാൽ സാറിൻ്റെ കൂടെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു. ഒരു സിനിമാറ്റോഗ്രാഫേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലാൽ സാറൊക്കെ. പിന്നെ അതിനകത്ത് വേറെ ഒരു അനുഭവം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എനിക്ക് ഈ ഹെവി ലോഡാണ് ഈ 435 എന്ന് പറയുന്ന ക്യാമറ. അപ്പം ലാൽ സാർ ഇന്ന് ഡ്രൈവ് ചെയ്യുന്നു, ഞാൻ ഓപ്പോസിറ്റ് ഇരുന്നിട്ട് ഈ സൈഡിലിരുന്ന് ഇങ്ങനെ റിഗ് ചെയ്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്യുക. അത് ശരിക്കും റിഗ് ഷോട്ടാണ് വേണ്ടത്. അപ്പോൾ റിഗ് ഇല്ലാതെ ഞാൻ തന്നെ ഷോൾഡറിൽ കയറ്റി വെച്ചുകൊണ്ട് 435 ക്യാം ഇങ്ങനെ ഷൂട്ട് ചെയ്യുക. അപ്പം ഞാൻ കുറേ കഴിയുമ്പോൾ ഈ ശ്വാസം പിടിച്ച് വേണം ഇരിക്കാനായിട്ട്. ആക്ച്വലി ഇങ്ങനെ വേണം ഇരിക്കാനായിട്ട്. അപ്പം കുറച്ച് ശ്വാസം വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ലൂസാവും. അപ്പോൾ ഇങ്ങനെ പിടിക്കുന്ന ഇതിനകത്ത് അദ്ദേഹം കുറേ പ്രാവശ്യം എന്താ മോനെ പിടിക്കണം, അത് മോനെ എന്നൊക്കെ ചോദിക്കുന്നത്. പുള്ളി ഇങ്ങനെ പ്രൊഫൈൽ ഷൂട്ടാണ്, പുള്ളി ഇങ്ങനെ തിരിഞ്ഞുമ്പോൾ വെളിയിലോട്ട് നോക്കുന്ന പോലെ ആ നോട്ടത്തിലാണ് പുള്ളി ചോദിക്കുന്നത് എന്താ മോനെ ഞാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിക്കുന്നത്. എന്നിട്ട് നേരെ തിരിഞ്ഞു വരും. അപ്പോൾ ക്യാമറയിൽ ആ പോർഷൻ കാണുന്നുമില്ല.
അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ആ പടത്തിൽ. എന്നിട്ട് പുള്ളി പതുക്കനെ ഒരു കൈ കൊണ്ട് ഡ്രൈവ് ചെയ്യും, ഇടത്തെ കൈ കൊണ്ട് പുള്ളി ഹെൽപ്പ് ചെയ്തു എന്നെ. ഈ എൻ്റെ ഷോൾഡറിൽ ഹെൽപ്പ് ചെയ്ത് ആ ഷോട്ട് ഞാൻ എടുത്തത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ കൃത്യമായിട്ടുള്ള മാർക്ക് അദ്ദേഹത്തിന് അറിയാം. നമ്മളിങ്ങനെ ഒരു കറങ്ങി, ഇപ്പം ഒരു മരത്തിൻ്റെ കവറിങ്ങിൽ നിന്നൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ ട്രാക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ അദ്ദേഹം കറക്റ്റ് ആ മൂമെൻറ്റിൽ തന്നെ വരും. ഫോക്കസ് മാർക്കിനൊന്നുള്ള ഒരു പ്രശ്നമോ ഫോക്കസിൻ്റെ ഒന്നും കാര്യത്തിൽ ലാൽ സാറ് ഭയങ്കര പെർഫെക്റ്റാണ്. അതുപോലെയൊന്നും ആരെയും ഞാൻ ഇതുവരെ ഷൂട്ട് ചെയ്തിട്ടില്ല. മമ്മൂക്കായാണേലും കറക്റ്റാണ്. കാരണം ഇവർക്കൊക്കെ ഇതിനെക്കുറിച്ചൊരു ധാരണയുണ്ട്. ഇപ്പോഴേ ആർക്കും ഇല്ല എന്നുള്ളതല്ല കേട്ടോ, എല്ലാവർക്കും നല്ല ധാരണ തന്നെയൊക്കെയുണ്ട്. ഞാൻ പറയുമായിരുന്നു, കമ്പാരിറ്റീവ്ലി ഇപ്പം ചാക്കോച്ചനും രാജുവിനും ഇവരെല്ലാം ഇതിനെ കളിച്ച് ബോധേഡാണ്, പണ്ടത്തെ പോലെയൊന്നും അല്ല. ഇപ്പം അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ രാജുവിന് പണ്ടുതൊട്ടേ ഉണ്ടായിരുന്നു ആഗ്രഹങ്ങളുമൊക്കെ. കാരണം ക്യാമറയെക്കുറിച്ച് അറിയാനായിട്ട്, ഏത് ലെൻസ് ഏതാണ് എങ്ങനെയാണെന്നൊക്കെ അറിയാനായിട്ട്. കാരണം രാജുവിൻ്റെ മനസ്സിലൊരു ഡയറക്ഷൻ ഈ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു അതാണല്ലോ പുള്ളി ലൂസിഫറിലൂടെ പുള്ളി കാണിച്ചതും.